ഇസ്രയേൽ തോറ്റു. മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം തീർന്നപ്പോൾ മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ചയിലിരുന്ന് അവർ പറഞ്ഞു, ഇസ്രയേൽ യുദ്ധം തോറ്റിരിക്കുന്നു. കുറെ കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ടാവും, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല യുദ്ധവിജയം തീരുമാനിക്കുന്നത്. ഇപ്പോഴും ഗാസയിൽ ഹമാസ് സജീവമാണ്. ഇസ്രയേൽ ഈ യുദ്ധം തോറ്റിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ രക്തം തിളച്ചു. ഇസ്രയേലാണ് തോറ്റതെങ്കിൽ നീയൊക്കെ എന്തിനാണ് എല്ലാ ദിവസവും ഇതും പറഞ്ഞ് ഇരവാദമിറക്കി കരയുന്നത് എന്ന് പറഞ്ഞ് ആത്മരോഷം കൊണ്ടതായിരുന്നു എൻ്റെ ആദ്യത്തെ റെസ്പോൺസ്. പക്ഷേ മീഡിയ വൺ പറഞ്ഞത് ശരിയാണ് എന്നാണ് ഇന്ന് ഞാൻ കരുതുന്നത്. അവർ പറഞ്ഞ അർത്ഥത്തിലല്ല. പക്ഷേ ഈ യുദ്ധത്തിൽ തോറ്റത് ഇസ്രയേലാണ്. അവർ വർഷങ്ങളായി തോറ്റുകൊണ്ടിരിക്കുന്നു. ഇത് അവരുടെ അവസാനത്തെ തോൽവിയുമല്ല. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും പറഞ്ഞാണ് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയത്. ശരിയാണ്, ഹമാസിൻ്റെ പ്രധാന നേതാക്കളെ അവർ വധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ അവർക്കായിട്ടില്ല. ഹമാസ് ഇപ്പോഴും സജീവമാണ്. അവർക്ക് അതിന് കഴിയാഞ്ഞിട്ടല്ല, അവർക്കതിനുള്ള ശേഷിയുണ്ട്. പക്ഷേ അവർ അത് ചെയ്തില്ല. ഹമാസുമായി ഒരു വെടിനിർത്തൽ ഡീൽ ഉണ്ടാക്കുക എന്നത് ഒരു പരാജയം തന്നെയാണ്. കാരണം ഹമാസ് യാതൊരു തരത്തിലുമുള്ള ഡീലിനുമുള്ള ധാർമ്മിക അവകാശമില്ലാത്ത സംഘടനയാണ്. വെടിനിർത്തൽ ഡീൽ നിലവിലിരുന്ന ഒരു ഒക്ടോബർ 7-നാണ് ഹമാസ് ഒരു രാജ്യത്തേക്ക് കയറി അവിടുത്തെ കുഞ്ഞുങ്ങളെയും വയോധികരെയും അടക്കം കൊല്ലുകയും സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും പലരെയും വലിച്ചിഴച്ചു കൊണ്ടുപോയി ഹോസ്റ്റേജുകളാക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ഹമാസുമായി ഒരു ഡീൽ ഉണ്ടാക്കി എന്നത് തന്നെ ഇസ്രയേലിൻ്റെ പരാജയമാണ്. ശത്രുവിനെ ഉന്മൂലനം ചെയ്തതിനു ശേഷമുള്ള സമാധാന ശ്രമങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുള്ളൂ. ഇസ്രയേലിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുവന്ന നൂറുകണക്കിന് നിരപരാധികളെ വിട്ടുകൊടുക്കുമ്പോൾ പകരം ഇസ്രയേൽ തടവറയിൽ കഴിയുന്ന കൊലപാതകികളടക്കമുള്ള 1000 ഗാസക്കാരെ മോചിപ്പിക്കണമെന്നാണ് കരാർ. ഇത് വലിയൊരു പരാജയം തന്നെയാണ്. മുൻപും ഇങ്ങനെ വിട്ടുകൊടുത്തവരാണ് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാൻ വീണ്ടും കളത്തിലിറങ്ങിയത്. ഇനിയും അത് ആവർത്തിക്കില്ല എന്ന് പറയാനാകുമോ? വീണ്ടും ആവർത്തിച്ചാലും നിരപരാധികളുടെ ജീവൻ വെച്ച് ഹമാസും മറ്റ് ഭീകര സംഘടനകളും വിലപേശും. മറ്റ് തടവുകാരെ കൂടെ ഇസ്രയേലിന് വിട്ടുകൊടുക്കേണ്ടി വരും. അവർ വീണ്ടും ഇസ്രയേലിനെതിരെ വാളെടുക്കും. ഹമാസ് അവർ ചെയ്ത ക്രൂരതകൾക്ക് ലോകത്തോട് മാപ്പ് പറയുക എന്നതായിരുന്നു നീതിയുടെ വിജയം. പക്ഷേ പകരം ഇവിടെ നടന്നതോ, അവർ ചെയ്ത ക്രൂരതകളെ ലോകം ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ തുടക്കം മുതലേ ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് വരെ വിളിച്ച് രക്തസാക്ഷികളായ ഇസ്രയേൽ ജനതയെ അപമാനിക്കുന്നു. ബന്ദികളെ തിരിച്ചയക്കുമ്പോഴുള്ള ഗാസയിൽ നടക്കുന്ന പരേഡുകളും മറ്റും കാണുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞ് നടന്ന പല ഏജൻസികളും വിലപിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നു. നിങ്ങൾ ഈ അപലപിക്കുന്നത് അർത്ഥശൂന്യമാണ്. ഈ നരാധപന്മാരെ ഉന്മൂലനം ചെയ്യാതെ ഇപ്പോഴും നിലനിർത്താൻ കാരണം നിങ്ങൾ ഇവർക്ക് നൽകുന്ന അധിക പരിഗണനയാണ്. ഇനിയൊരു ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ എന്നല്ല, ഉണ്ടാവുക തന്നെ ചെയ്യും. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബുഷ് 1-ന്റെയും ക്ലിന്റന്റെയും കാലത്ത് തുടങ്ങിയ സമാധാന കരാറുകൾ എല്ലാ കാലത്തും പാലസ്തീൻവാദികൾ തെറ്റിച്ചിട്ടുണ്ട്. സമാധാന കരാറുകൾ എന്ന പേരിൽ ഈ ക്രൂരന്മാർക്ക് ലോകത്തിന് മുന്നിൽ ആധികാരികത സൃഷ്ടിച്ചു കൊടുത്തത് അന്നു മുതൽ ഇന്ന് വരെയുള്ള ബൈഡനും ട്രംപും ഒക്കെ അടങ്ങുന്ന ഈ മധ്യസ്ഥ പ്രവർത്തകരാണ്. അവർക്ക് തങ്ങളാണ് ഈ ഒരു ഡീലിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞ് തള്ളി നിൽക്കാം. ചിലപ്പോൾ അത് വെച്ച് ഇലക്ഷൻ ജയിക്കാം. ലോകത്തിൽ അവരുടെ പേര് വലുതാക്കാം. പക്ഷേ ഓരോ ശ്രമങ്ങളും ഇസ്രയേലിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഹമാസ് ഡീല് തെറ്റിച്ചാലും ഇസ്രയേലായി അടുത്ത ഡീൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോകും. യാസർ അറാഫത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്തവരാണ് ഈ മധ്യസ്ഥർ. വെടിനിർത്തൽ കരാർ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു കപ്പൽ നിറയെ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങളുമായി വരുമ്പോൾ പിടിക്കപ്പെട്ടു. അരാഫത്തിന് സമാധാനത്തിനുള്ള നോബൽ കൊടുത്തവരുടെ തൊലി ഉരിഞ്ഞു പോയെങ്കിലും വീണ്ടും അവർ ഈ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരും പാടി നടക്കുന്ന പോലെ 2 സ്റ്റേറ്റ് സൊല്യൂഷനോ സമാധാനമോ ഇസ്രയേൽ സെറ്റിൽമെന്റോ ഒന്നുമല്ല ഈ തീവ്രവാദികളുടെ പ്രശ്നം. അതായിരുന്നെങ്കിൽ ഈ പ്രശ്നം പണ്ടേ പരിഹരിച്ചേനെ. ഇവരുടെ പ്രശ്നം ഐഡിയോളജിക്കലാണ്. അത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യലാണ്. ട്രംപ് പറഞ്ഞതുപോലെ അവിടെ ബ്യൂട്ടിഫുൾ കെട്ടിടങ്ങൾ പണിഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ ഗാസ ഉണ്ടാക്കിയാലൊന്നും ഈ ഐഡിയോളജി മാറാൻ പോകുന്നില്ല. അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ഇവരുമായി ഡീൽ ഉണ്ടാക്കുമ്പോൾ ഇസ്രയേൽ തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഇതിനോടകം കോടിക്കണക്കിന് ഡോളർ എയ്ഡായി ഭീകരവാദികൾക്ക് കിട്ടിയിട്ടുണ്ട്. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ആ തുക മതിയാകുമായിരുന്നു ഒരു നല്ല ലോകം സൃഷ്ടിച്ചെടുക്കാൻ. ഇസ്രയേലും ഭീകരവാദികളും തമ്മിലുള്ള ഈ യുദ്ധം 2 വ്യവസ്ഥകൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് സ്വാതന്ത്ര്യവും സ്വേച്ഛാധിപത്യവും തമ്മിലുള്ള യുദ്ധമാണ്. മധ്യേഷ്യയിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഇന്നത്തെ മൂല്യങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന വ്യവസ്ഥയാണ് ഇസ്രയേലിൻ്റേത്. മറുഭാഗത്ത് മനുഷ്യന് യാതൊരു അവകാശവുമില്ലാത്ത നിരപരാധികളെ ക്രൂശിക്കുന്ന ഭീകര സംഘടനകളും. ലോകം നിൽക്കേണ്ടത് ഇസ്രയേലിന്റെ സ്വയം സംരക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഐഡിയോളജിയെയും ഭീകരവാദികളെയും ഉന്മൂലനം ചെയ്യാനുള്ള അവരുടെ ശ്രമങ്ങൾക്കുമൊപ്പമാണ്. ഇസ്രയേൽ യുദ്ധം ഒരു സ്പോർട്സ് മത്സരം നോക്കിക്കാണുന്ന ലാഘവത്തോടെയോ അല്ലെങ്കിൽ ഡീൽ ഉണ്ടാക്കി പരിഹരിക്കാൻ നോക്കുന്ന പ്രാഗ്മാറ്റിക് സമീപനത്തോടെയോ മുന്നോട്ട് പോയാൽ ഇസ്രയേൽ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കും. ഒപ്പം സ്വാതന്ത്ര്യവും. നീതി എന്നാൽ ഓരോരുത്തർക്കും അർഹിച്ചത് എന്താണോ അത് അനുവദിച്ച് നൽകുക എന്നതാണ്. കാടത്തം കാണിക്കുന്ന ഹമാസ് ലോകത്തിന് മുന്നിൽ അവരുടെ തെറ്റേറ്റു പറഞ്ഞ് അവരുടെ മോശം ആശയങ്ങൾ ഉപേക്ഷിച്ച് ആയുധങ്ങൾ താഴെ വെക്കുമ്പോഴേ ഇവിടെ നീതി നടപ്പിലാക്കുകയുള്ളൂ.